എല്ലാവർക്കും നമസ്കാരം. 2 ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെ മഴയൊക്കെയാണ്. അപ്പോൾ നല്ല ചൂട് ചായയുടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമായ സുഗിയനാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ആദ്യമായി ചെയ്യേണ്ടത് ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഈ ചെറുപയർ ഒരു 6 മണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് ചെറുപയറാണ് എടുത്തിരുന്നത്. അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് കുതിർത്തിട്ടെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്ന് വെന്ത് കിട്ടും. അതേപോലെ ഇത് ഒരുപാടങ്ങ് വെന്ത് പോവുകയും വേണ്ട. ഇപ്പോൾ ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മതിയായിരിക്കും. നമ്മൾ കുതിർത്തായതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണ്ട. എന്നിട്ട് ഇതൊന്ന് 2 വിസിൽ വരുന്നതിന് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിന് 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് പയറൊന്ന് നോക്കാം. ഇപ്പോൾ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അടിയിൽ വെള്ളം വല്ലതും കിടപ്പുണ്ടെങ്കിൽ അതൊന്നുകൂടെ അടുപ്പത്ത് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് ശരിയാക്കാം. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം ശർക്കര, ഞാനിവിടെ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. ശർക്കരയൊന്ന് വെള്ളത്തിലിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തതാണ്. അതിൽ ചിലപ്പോൾ അഴുക്കുകളൊക്കെ കാണാം. അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുത്തു. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കി വരുന്നത് വരെ എടുക്കാം. ഇനി ഇതിലേക്ക് അല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് ശർക്കരയായിരുന്നു പാനിയാക്കി എടുത്തത്. ഈ തേങ്ങ ഒരു 1/4 കപ്പ് തേങ്ങയോളമുണ്ട്. ഇനി ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതിൽ അവർ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ശർക്കര ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. ഒരുപാട് ചേർത്താൽ ആ ജീരകത്തിൻ്റെ ഒരു മണം ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ഒരുപാട് ജീരകം ചേർക്കണ്ട. അതേപോലെ തന്നെ ഒരല്പം ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ ആ ഏലക്കയുടെയൊക്കെ ഒരു നല്ല മണം ഇപ്പോൾ വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ വേവിച്ച് വെച്ചിരുന്ന പയറൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. സമയം നമുക്ക് തവി ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് പയറൊന്ന് ഉടച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇത് ഉരുട്ടിയെടുക്കാൻ പാടായിരിക്കും. ഇതിപ്പോൾ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് എണ്ണയിൽ വറുത്ത് കഴിക്കാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പയർ ഉടയ്ക്കാതെ തന്നെ ഇതേ രീതിയിൽ എടുത്തിട്ട് ഇത് തനിയായിട്ടും കഴിക്കാവുന്നതാണ്. പ്രോട്ടീൻ നല്ലതായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചെറുപയർ. അതുകൊണ്ട് ഇത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. ഈ പയർ നമ്മൾ ഉടച്ചെടുക്കുമ്പോഴും അതേപോലെ ഫുള്ളായിട്ട് അങ്ങ് ഉടച്ചെടുക്കരുത്. ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ വേണം ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ചെറിയ ഉരുളകളാക്കിയാണ് എടുക്കുന്നത്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതുകൊണ്ട് ഇഷ്ടമുള്ള സൈസിൽ ഉരുട്ടിയെടുക്കാം. ഇതേപോലെ ചെറുതായിട്ടാണ് ഞാൻ ഉരുട്ടിയത്. ഇതേപോലെ ബാക്കിയെല്ലാം ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം.
ഞാൻ അതിനായിട്ട് അല്പം ഗോതമ്പ് പൊടി എടുക്കുകയാണ്. നമ്മൾ കടയിലൊക്കെ ചെയ്യുന്നത് മൈദ ഉപയോഗിച്ചിട്ടാണ്. മൈദ അത്ര നല്ലതല്ല, അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുക്കുന്നത്. ഇനിയും ചേർത്ത് കൊടുക്കുന്നത് അല്പം അരിപ്പൊടിയാണ്. അതിനുശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കാൻ. പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഈ മാവിലിട്ടതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും ഇട്ട് കൊടുക്കാം. പാനിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് എത്ര വേണേലും ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഇടയ്ക്കൊന്ന് എടുത്തുകൊണ്ടിരിക്കണം, എന്നാൽ മാത്രമേ എല്ലാ സൈഡും ഒരുപോലെ മൂത്ത് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതേപോലെ പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നാടൻ 4 മണി പലഹാരമായ സുഗിയൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അകത്തെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് വെന്തതായതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം എണ്ണയിലിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴും കടയിൽ നിന്ന് വാങ്ങാതെ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം.